ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് പ്രഗ്നൻ്റ് ആകുന്നവർക്ക് അവരുടെ വജൈനൽ പോർഷനിൽ ഉണ്ടാകുന്ന 9 തരം മാറ്റങ്ങളെ പറ്റിയിട്ടാണ്. നമ്മൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് യൂട്രസ് പ്രിപ്പയർ ആവുന്നത് പോലെ തന്നെ നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ടും അതുപോലെ മറ്റുള്ള ഇൻഫെക്ഷൻസ് ഒന്നും ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ വജൈനയും കൂടി പ്രിപ്പയർ ആകുന്നു. ഇതിന്റെ ഭാഗമായിട്ട് പല തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ലക്ഷണങ്ങളും മാറ്റങ്ങളും ഒക്കെ നിങ്ങൾക്ക് വജൈനയിൽ ഫീൽ ചെയ്യാറുണ്ട്. ഒട്ടുമിക്ക മാറ്റങ്ങളും ഒക്കെ നിങ്ങൾക്ക് ആ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം മുതൽ തന്നെ ഫീൽ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ നടന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ടേക്ക് നമ്മുടെ സെർവിക്സ് ഭയങ്കര ആക്റ്റീവായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സെർവിക്സിനകത്ത് കൂടെ മറ്റുള്ള ഇൻഫെക്ഷൻസും ബാക്ടീരിയാസും ഒന്നും കുഞ്ഞിലോട്ട് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് സെർവിക്സ് ക്ലോസ്ഡ് ആവുകയും കുഞ്ഞിന് പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് ശരീരം എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ അനുഭവപ്പെടാറുണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ടാകുന്ന വജൈനൽ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഏറ്റവും ആദ്യത്തെ ഒരു വ്യത്യാസമാണ് വജൈനയുടെ ആ ഒരു സ്കിന്നിനുണ്ടാവുമല്ലോ. അതായത് നമുക്ക് വജൈന എന്ന് പറയുന്നത് നമ്മുടെ കൃത്യമായിട്ടുള്ള ജനനേന്ദ്രിയം, ആ ഭാഗത്ത് നമുക്ക് കളർ ഉണ്ടാകും. ആ ഒരു കളർ എന്ന് പറയുന്നത് ലൈറ്റ് പിങ്ക് ആയിട്ടുള്ള കളറായിരിക്കും. ഈ ലൈറ്റ് പിങ്ക് കളർ നിങ്ങൾ പ്രഗ്നൻ്റ് ആകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോഴേക്കും, അതായത് സെർവിക്സിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനും നിങ്ങളുടെ ആ ഒരു പ്രൈവറ്റ് പാർട്ടിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനും വർദ്ധിക്കുന്നതിന്റെ ഭാഗമായിട്ട് കളർ ചേഞ്ച് ഉണ്ടാകുന്നു. ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലോട്ടോ അല്ലെങ്കിൽ പർപ്പിൾ കളറിലോട്ടോ ബ്ലഡ് സർക്കുലേഷൻ ഭയങ്കര കൂടുതലായിട്ട് വരുമ്പോഴേക്കും നിങ്ങൾക്ക് മാറ്റം കാണാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഡാർക്ക് റെഡ് ആയിട്ടുള്ള പിങ്കിഷ് ആയിട്ടുള്ള കളറിലോട്ടും നിങ്ങൾക്ക് ഈ ഒരു വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാവുന്നത് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുമ്പോഴാണ്. നോർമലി പ്രഗ്നന്റ് ആകുന്ന സ്ത്രീകൾക്ക് ആ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ മുതൽ തന്നെ എത്രയാണോ നിങ്ങൾക്ക് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായിരുന്നത് അതിനേക്കാളും ഒരുപാട് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും ആദ്യം തന്നെ ഈ ഒരു വ്യത്യാസം കാണുന്നത് കേട്ടോ. രണ്ടാമതായിട്ടുണ്ടാകുന്ന വ്യത്യാസം നിങ്ങളുടെ ജെനിറ്റൽ പാർട്സിലെ ഹെയർ ഭയങ്കരമായിട്ട് ഗ്രോ ആകുന്നു. നോർമലി നമുക്ക് ജെനിറ്റൽ പാർട്സിൽ പലർക്കും ഹെയർ ഉണ്ടാകാറുണ്ട്. ഈ ഹെയർ എന്ന് പറയുന്നത് നോർമലി നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഹെയർ നിങ്ങൾ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഗ്രോ ആകാനായിട്ട് തുടങ്ങുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത്, നിങ്ങൾക്ക് തലമുടിയാണെങ്കിലും കൃത്യമായിട്ട് ഒരുപാട് കൂടുതലായിട്ട് വളരുന്നതിന് ഇത് കാരണമാകുന്നുണ്ട് കേട്ടോ. നിങ്ങളിലോട്ട് പ്രഗ്നന്റ് ആകുന്ന സമയത്തുണ്ടാകുന്ന ഹെൽത്തി ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ കൂടുന്നതും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും. അതുപോലെ പ്രിനേറ്റൽ വിറ്റമിൻസ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലോ പ്രഗ്നൻസി ആകുന്ന സമയത്ത് മറ്റുള്ള വിറ്റമിൻസുകൾ നിങ്ങൾ എടുക്കുമ്പോഴോ നിങ്ങളുടെ ശരീരം ഭയങ്കര ഹെൽത്തി ആയിരിക്കും. അതുകൊണ്ടാണ് പ്യൂബിക് ഹെയർ കൂടുതലായിട്ടും പ്രഗ്നൻസിയുടെ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് കേട്ടോ. അവിടെ ഹെയർ ഗ്രോ ആകുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അണ്ടർആംസിന്റെ ഭാഗത്തും തലമുടിയിലും ഹെയർ ഗ്രോ ആകാനായിട്ട് ചാൻസസ് ഉണ്ട് കേട്ടോ. അടുത്തതായിട്ടുണ്ടാകുന്ന ഒരു ലക്ഷണമാണ് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം വർദ്ധിക്കുക. ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളിൽ ഓർഗാസം പെട്ടെന്ന് ഡെവലപ്പ് ആകാനായിട്ട് ചാൻസ് ഉണ്ട്. ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നതനുസരിച്ചും ഹോർമോൺസിന്റെ ഇൻക്രീസ് അനുസരിച്ചിട്ടും ചില ആളുകൾക്ക് ത്രൂ ഔട്ട് ആ ഒരു ടൈം പീരീഡ് പ്രഗ്നൻസിയുടെ ഓരോ ട്രൈമസ്റ്ററിലും കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം ഇൻക്രീസ് ആയി കാണാറുണ്ടെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ സംഭവിക്കുന്നതാണ് നാലാമത്തെ ലക്ഷണം. കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ഡിസയർ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോവുക, ഒരു തരത്തിലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരിക. ഇൻ കേസ് നിങ്ങളുടെ ഹസ്ബൻഡ് അടുത്ത് വരുന്നുണ്ടെങ്കിൽ കൂടുതലും അദ്ദേഹത്തെ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത് ഒരുപാട് പേർക്ക് ഉണ്ടാവുന്ന ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരുപാട് പേര് നമ്മുടെ കമന്റ്സിൽ വന്ന് ചോദിക്കാറുണ്ട്, ചേച്ചി പ്രഗ്നന്റ് ആണ്, ഹസ്ബൻഡിന് താല്പര്യമുണ്ട് കോണ്ടാക്ട് ചെയ്യാൻ, പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല, സെക്കൻഡ് ട്രൈമസ്റ്റർ ആയിട്ടും എനിക്കതിന് പറ്റുന്നില്ല, ഇനി അങ്ങോട്ടേക്ക് എനിക്കതിന് പറ്റില്ലേ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. നിങ്ങൾ പ്രഗ്നന്റ് ആകുന്ന സമയത്തുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ച് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഫീഡിങ് ആ ഒരു നിങ്ങൾ ഡെലിവറി കഴിഞ്ഞിട്ട് 1-2 മാസമൊക്കെ കഴിയുമ്പോഴേക്കും ഹോർമോൺസ് നോർമൽ പൊസിഷനിലോട്ട് മാറ്റപ്പെടും. അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾ പണ്ടത്തെ ലൈഫിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആക്റ്റീവായിട്ട് പോകുന്നതിനും അത് സഹായിക്കും കേട്ടോ. അടുത്തൊരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ വജൈനൽ പോർഷനിൽ ഉണ്ടാകുന്ന വെരിക്കോസ് വെയിൻ ആണ് കേട്ടോ. ആ ഒരു ഭാഗത്ത് നമ്മുടെ ഈ ഒരു തൊടയുടെ ഇടുക്കിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വെയിൻസ് ഇങ്ങനെ പടർന്ന് കെട്ടിക്കിടക്കുന്നത് പോലെ സ്പൈഡർ വെയിൻസ് പോലെ നിങ്ങൾക്ക് കാണാനായിട്ട് ചാൻസ് ഉണ്ട്. ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നതും അതുപോലെ തന്നെ ചില ആളുകൾക്ക് പ്രഗ്നൻസിയുടെ സമയത്ത് വെരിക്കോസ് വെയിൻ കാലിൽ ഉണ്ടാവുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ജെനിറ്റൽ പാർട്സിന്റെ സൈഡിലായിട്ടും വെരിക്കോസ് വെയിൻ ഡെവലപ്പ് ആവാറുണ്ട്. ചിലർക്ക് ഭയങ്കര നാര് പോലെയുള്ള രീതിക്കായിരിക്കും ഈ സ്പൈഡർ വെയിൻസ് ഡെവലപ്പ് ആവുന്നത്.
ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതും അതുപോലെ ബ്ലഡ് കെട്ടിക്കിടക്കുന്നതും ഒക്കെയാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട റീസൺസ്. ഈ സ്പൈഡർ വെയിൻസ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാലും ഇത് ഡെലിവറി കഴിഞ്ഞിട്ട് പലർക്കും ക്ലിയർ ആകാറുണ്ട്. ചിലർക്ക് കാലിൽ വെരിക്കോസ് വെയിൻ വരുന്നത് അങ്ങനെ ക്ലിയർ ആയി കാണാറില്ല. ചിലർക്ക് ഡെലിവറി സമയത്ത് വെരിക്കോസ് വെയിൻ കാലിൽ ഡെവലപ്പ് ആവാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ അത് കണ്ടിന്യൂ ആയി പോകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു തുടയെടുക്കിന്റെ ഭാഗത്തൊക്കെ ആയിട്ടായിരിക്കും ഇതുപോലുള്ള വെരിക്കോസ് വെയിൻസ് ഫീൽ ചെയ്യുന്നത്. പ്രഗ്നൻസിയുടെ സമയത്ത് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണിത്. ഇത് കാണുന്നുണ്ടെങ്കിലും ശരീരം നല്ലതുപോലെ ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത റീസൺ ആണ് നിങ്ങൾക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് കൂടുക. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചി യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവുന്നുണ്ട്, ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നുണ്ട്, ഇത് പ്രഗ്നൻസി ആയതുകൊണ്ടാണോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ശരിക്കും നിങ്ങൾക്ക് പ്രഗ്നൻസി ആകുന്ന സമയത്ത് ഇതുപോലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവാനായിട്ട് ചാൻസസ് കൂടുതലാണ്. യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത് നമ്മളുടെ ശരീരത്തിൽ വാട്ടർ റിക്വയർമെന്റ് കുറയുമ്പോഴാണ്. അതുപോലെ നമുക്ക് ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത് നമ്മളുടെ ശരീരത്തിലെ pH ബാലൻസിന് വ്യത്യാസം വരുമ്പോഴാണ്. പ്രഗ്നന്റ് ആകുമ്പോഴേക്കും pH ബാലൻസിന്റെ വ്യത്യാസം പലർക്കും ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ വരുമ്പോഴേക്കും നിങ്ങളിൽ ഈസ്റ്റ് ഇൻഫെക്ഷൻ, അതായത് കട്ടിയായിട്ടുള്ള ഡിസ്ചാർജ് ഉണ്ടാകും, ചിലർക്ക് ചൊറിച്ചിലുണ്ടാകും, അങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഈ pH ബാലൻസിൽ നിങ്ങൾക്ക് വ്യത്യാസം വരുമ്പോഴേക്കും ഇതുപോലെ കട്ടിയായിട്ടുള്ള ഡിസ്ചാർജും ഇൻഫെക്ഷനും ചൊറിച്ചിലും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോഴേക്കും ഉടനടി നിങ്ങൾ ഡോക്ടറെ കാണുക. ഈ ഇൻഫെക്ഷൻ നിങ്ങൾ വെച്ചോണ്ടിരിക്കരുത്. കാരണം ഇൻഫെക്ഷൻ കൂടി പോകുന്നത് കുഞ്ഞിലോട്ട് അത് കടന്നെത്തുന്നതിന് കാരണമാകുന്നു. അതുകൊണ്ട് ഇൻഫെക്ഷനും മറ്റ് അസ്വസ്ഥതകളും ഉണ്ടാകുമ്പോഴേക്കും ഡോക്ടറെ കാണുക. ഒരുപാട് പേര് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വന്നതിന് ശേഷവും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോസിറ്റീവ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ശരീരം നല്ലതുപോലെ ശ്രദ്ധിക്കാം. പിന്നീട് അങ്ങോട്ടേക്ക് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനാണ് യൂറിനറി ഇൻഫെക്ഷൻ. യൂറിനറി ഇൻഫെക്ഷൻ വന്നതിന് ശേഷം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോസിറ്റീവ് കിട്ടുന്ന ഒരുപാട് പേരുണ്ട്. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് വാട്ടർ റിക്വയർമെന്റ്സ് ശരീരത്തിൽ കൂടുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആവില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. പ്രഗ്നൻസി നമുക്ക് കിട്ടും, അതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് യൂറിനറി ഇൻഫെക്ഷനോ ഈസ്റ്റ് ഇൻഫെക്ഷനോ വരുന്നുണ്ടെങ്കിലും നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തതായിട്ട് ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് ഭയങ്കര കൂടുതലായിട്ട് ഡിസ്ചാർജ് നമുക്ക് ഉണ്ടാവുക. ഈ ഡിസ്ചാർജ് നിങ്ങൾക്ക് പല ടൈപ്പിൽ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ചിലർക്ക് കട്ടയായിട്ടുള്ള എഗ് വൈറ്റ് ടെക്സ്ചറും അതിനോടൊപ്പമുള്ള ഡിസ്ചാർജ് ഉണ്ടാകും. ചിലവർക്ക് രണ്ട് കൈയിലും നല്ലതുപോലെ എടുത്തിട്ട് വലിച്ചു നീട്ടാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് തിക്കായിട്ടുള്ള ഡിസ്ചാർജ് ഉണ്ടാകും. ചിലർക്ക് വാട്ടറി ആയിട്ടുള്ള ഡിസ്ചാർജ്, അതായത് വെള്ളം പോലെ ഡിസ്ചാർജ് പോകുന്നു, വലിച്ചു നീട്ടാനൊന്നും കൈ കിട്ടുന്നില്ല, അങ്ങനെയുള്ള ഡിസ്ചാർജ്, വെള്ളത്തിന്റെ പോലെയുള്ള ടെക്സ്ചറുള്ള ഡിസ്ചാർജ് ഉണ്ടാകും. ചിലർക്ക് കട്ടിയായിട്ട് തന്നെ ഡിസ്ചാർജ് പോയിക്കൊണ്ടിരിക്കും, ഇത് വലിച്ചു നീട്ടാനൊന്നും പറ്റില്ല, സ്റ്റിക്കി ആയിരിക്കും. ചിലർക്ക് ബ്രൗൺ കളറിലുള്ള ഡിസ്ചാർജ് പോകും. ഇപ്പൊ തന്നെ ഒരുപാട് ഡിസ്ചാർജിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞല്ലേ, ഇതെല്ലാം തന്നെ പ്രഗ്നന്റ് ആകുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഡിസ്ചാർജ് ആണ്. പണ്ടുള്ള തവണയൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടായത് ഇങ്ങനെ വലിച്ചു നീട്ടാൻ പറ്റുന്ന ഡിസ്ചാർജും കുറച്ച് കട്ടിയായിട്ടുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ സ്ട്രെച്ച് ചെയ്യാവുന്ന ടൈപ്പ് ഡിസ്ചാർജുമാണ്. പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ പറയുന്നുണ്ട്, ചേച്ചി വാട്ടർ ഡിസ്ചാർജ് ഉണ്ടായി, ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് ആയെന്ന്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഉണ്ടായ വ്യത്യാസം, നമ്മുടെ ഒരു ഹെൽത്തിലുണ്ടായ വ്യത്യാസമൊക്കെ കൊണ്ടിട്ടാണ് ഇങ്ങനെയുള്ള ഡിസ്ചാർജ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതുപോലുള്ള ഡിസ്ചാർജ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിലും ആ ഡിസ്ചാർജ് പോകുന്നതിന്റെ അളവ് ഭയങ്കര കൂടുതലാണെങ്കിൽ ശരീരം നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ആ ഒരു പ്രോസസ്സ്, അവിടെ ക്ലീനിങ് പ്രോസസ്സ് വജൈനയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഗർഭസ്ഥ ശിശുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡിസ്ചാർജുകൾ കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് കേട്ടോ. അടുത്തത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്, വജൈന ഡ്രൈ ആവുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിൽ ചിന്തിക്കും, അപ്പോൾ ഈ പ്രഗ്നൻസിയുള്ള സമയത്ത് ഗർഭസ്ഥ ശിശുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിസ്ചാർജ് ഉണ്ടാവില്ലേ, അതുണ്ടാവുന്നില്ലല്ലോ, അപ്പോൾ അവിടെ പ്രഗ്നൻസിയിലെ പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. ഈ ഒരു ടൈപ്പ് ഡിസ്ചാർജ് നിങ്ങൾക്ക് പുറത്തേക്ക് വന്നില്ലെങ്കിലും കുഞ്ഞിന് കിട്ടേണ്ട പ്രൊട്ടക്ഷൻ അവിടെ കിട്ടും. നിങ്ങൾക്ക് സാധാരണയായിട്ട് ഈസ്ട്രജൻ ഹോർമോണും പ്രൊജസ്ട്രോൺ ഹോർമോണും HCG ഹോർമോണും മറ്റു പല പ്രവർത്തനങ്ങളും ഒക്കെ ശരീരത്തിൽ നടക്കുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ട് ആ ഒരു വ്യത്യാസത്തെ ശരീരം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് ആ സമയങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷൻ ആയിരിക്കും. ലൂബ്രിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ ഒരു അവസ്ഥയായിരിക്കും പലർക്കും ഉണ്ടാകുന്നത് കേട്ടോ. ഇത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രൊജസ്ട്രോൺ ഹോർമോൺ ഇൻക്രീസ് ആവുന്ന സമയത്താണ് നിങ്ങൾക്കിത് കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത് കേട്ടോ. അടുത്തൊരു വ്യത്യാസം നമുക്കുണ്ടാകുന്നത് ഇച്ചിങ് ആണ്, അതായത് ചൊറിച്ചിൽ. നമുക്ക് ഇൻഫെക്ഷൻ പോലെയുള്ള ഡിസ്ചാർജ് ഒന്നും ഉണ്ടാവില്ല, ഒരുപാട് കട്ടിയായിട്ടായിട്ട് ഡിസ്ചാർജോ പുകച്ചിലോ അങ്ങനെ ഒന്നും നമുക്ക് ഉണ്ടാവില്ല. പക്ഷേ ഒരു ഇച്ചിങ്, അതായത് ഇടക്കിടക്ക് നമുക്ക് ചൊറിച്ചിൽ പോലെ അനുഭവപ്പെടുന്നു, ചൊറിയുന്നു നമ്മൾ, ആ ഒരു സെൻസേഷൻ നമുക്ക് കൂടുതലായിട്ടും വരുന്നത്. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിലും ഡോക്ടറെ കാണാൻ പോകുന്ന നേരത്ത് നിങ്ങളത് കൃത്യമായിട്ട് കൺവേ ചെയ്യണം കേട്ടോ. ഒരുപാട് ആളുകൾക്ക് ഡോക്ടർ ഇന്റിമേറ്റ് ഹൈജീൻ പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട്. ഇച്ചിങ് ഉണ്ടാവുമ്പോഴേക്കും നിങ്ങളത് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ആ pH ബാലൻസ് ഒക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്
അത് സഹായിക്കും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലെങ്കിൽ നിങ്ങൾ ഇൻറ്റിമേറ്റ് ഹൈജീൻ പ്രൊഡക്ട്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ചില ആളുകൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, ചൊറിച്ചിലുണ്ടാവുമ്പോഴേക്കും ഒരുപാട് സോപ്പ് പതപ്പിച്ചിട്ട് ക്ലീൻ ചെയ്യാറുണ്ട്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. pH ബാലൻസ് ഒന്നും കൂടി അഫക്റ്റ് ചെയ്യുന്നതിന് അത് കാരണമാവുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ചൊറിച്ചിലൊക്കെ ഉണ്ടാവുമ്പോഴേക്കും ചില ആളുകൾ ഡെറ്റോൾ ഒരുപാട് ആഡ് ചെയ്തിട്ട് തിളച്ച വെള്ളം ഒഴിക്കാറുണ്ട്. അങ്ങനെ ഒന്നും നിങ്ങൾ ഒട്ടും ചെയ്യരുത്. ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണത്. അതിൻ്റെ അത്രയും നല്ല രീതിക്ക് തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ 9 ലക്ഷണങ്ങളെന്ന് പറയുന്നത് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലെ പല സ്ത്രീകൾക്കും, ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ലക്ഷണമാണ്. ഇത് കണ്ടില്ലെങ്കിലും നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. ചില ആളുകൾക്ക് ആ ഫസ്റ്റത്തെ ട്രൈമസ്റ്ററിനെ ഒരു മാസമൊക്കെ കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ ലക്ഷണങ്ങൾ കാണുന്നത്. ചിലർക്ക് സെക്കൻഡ് ട്രൈമസ്റ്ററിലും, ചിലർക്ക് ഒട്ടും തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും ടെൻഷൻ ആവേണ്ട. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കുക. ബ്ലീഡിങ് വരുന്നില്ലെങ്കിലോ, എപ്പോഴും ഉണ്ടാകുന്നതിനെ അപേക്ഷിച്ച് ഭയങ്കര ബ്ലീഡിങ് കുറവാണെങ്കിലോ നിങ്ങൾ ഉടനെ തന്നെ കാർഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. വീട്ടിലുള്ള ബാക്കിയുള്ള ടൂത്ത് പേസ്റ്റോ സോൾട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും ഉപയോഗിച്ചിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. കാർഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇൻ കേസ് അതിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ആണ്, സ്റ്റിൽ നിങ്ങൾക്ക് പീരിയഡ്സ് വരുന്നില്ലെങ്കിൽ β-HCG ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.